നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആലുവയിൽ നിന്ന് കാണാതായ 5 വയസ്സുകാരി ചാന്ദിനിയെ കൊലപ്പെടുത്തിയത് ബീഹാർ സ്വദേശി അസ്വാഖ് ആലം തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് ആലുവ മാർക്കറ്റിന്റെ പിന്നിൽ പെരിയാറിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ബീഹാർ സ്വദേശികളായ മഞ്ജയ് കുമാറിന്റെയും നീതുകുമാരിയുടെയും മകൾ ചാന്ദിനിയെയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കേരളത്തിൽ ജോലിക്ക് വന്ന ബീഹാർ ദമ്പതികളുടെ മകൾക്ക് അസ്വാഖ് ആലം എന്ന മറ്റൊരു ബീഹാരിയുടെ നിഷ്ഠൂരതയ്ക്ക് ഇരയാക്കേണ്ടി വന്നു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ചാന്ദിനിയെ കാണാതാവുന്നത്. തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ചാന്ദിനിയെ കണ്ടുകിട്ടിയില്ല. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ വൈകിട്ടോടെ ആലുവ പോലീസിൽ ഇവർ പരാതി നൽകി. പോലീസ് CCTV അടക്കമുള്ള പരിശോധനകൾ നടത്തി. ഇതോടെ ചാന്ദിനിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തിരച്ചിലുകളും വ്യാപകമാക്കി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആലുവ തോട്ടക്കാട്ടുകരയിൽ നിന്നാണ് പ്രതിയായ അസ്വാഖ് ആലത്തെ പിടികൂടിയത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് മെഡിക്കൽ പരിശോധന പൂർത്തിയായത്. തുടർന്ന് ആലുവ സ്റ്റേഷനിലെത്തിച്ച് DYSP പ്രസാദിന്റെ നേതൃത്വത്തിൽ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി. സക്കീർ എന്ന ആൾക്ക് കുഞ്ഞിനെ കൈമാറിയെന്നായിരുന്നു അപ്പോൾ മെനഞ്ഞ കഥ. ഇതിനിടെയൊക്കെ തന്നെ ചാന്ദിനിയെ കണ്ടെത്താനായി വ്യാപകമായി തിരച്ചിൽ ഒരു ഭാഗത്ത് അരങ്ങേറുകയായിരുന്നു. പോലീസും മാധ്യമങ്ങളും കുഞ്ഞിന്റെ ചിത്രവിവരണങ്ങൾ പങ്കുവച്ച് കണ്ടെത്താനുള്ള തീവ്ര പ്രയത്നങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആലുവ മാർക്കറ്റിന് പിന്നിൽ കാടുമൂടിയ സ്ഥലത്ത് ഒരു മൃതദേഹം കണ്ടെന്ന വിവരം ലഭിക്കുന്നത്. ചുമട്ടുതൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ചാക്കൽ കെട്ട് മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയ നിലയിലായിരുന്നു. നടത്തിയ പരിശോധനയിൽ ചാന്ദിനിയുടെ മൃതദേഹമാണെന്ന് മനസ്സിലായി. കൂടുതൽ ആളുകൾ എത്താത്ത സ്ഥലം എന്ന നിലയിൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് കണക്കുകൂട്ടിയായിരിക്കും മൃതദേഹം ഇവിടെ തള്ളിയത്. കൃത്യം നടത്തിയത് അസ്വാഖ് ആലം തന്നെയാണെന്ന് പോലീസ് പറഞ്ഞു. സക്കീർ അടക്കമുള്ള മറ്റു മൊഴികളെല്ലാം അസ്വാഖ് മെനഞ്ഞെടുത്തുണ്ടാക്കിയതാണെന്ന് പോലീസ് പറഞ്ഞു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. ചാന്ദിനിയെ കൊലപ്പെടുത്താനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 22-ാം തീയതിയിലാണ് അസ്വാഖ് ആലുവയിൽ എത്തിയിട്ടുള്ളത്. എന്തിനാണ് അയാൾ ഇവിടെ വന്നതെന്നോ മുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല. അസ്വാഖ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നത് കാരണം അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാവൂ എന്ന് പോലീസ് അറിയിച്ചു. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുന്നതിനായി ബീഹാർ പോലീസിനെ ബന്ധപ്പെട്ടതായും SP അറിയിച്ചു. 6 മണിക്ക് അടി ഉണ്ടാക്കി എന്നിട്ട് പറയുന്നു, അതുപോലെ വെരിഫൈ ആണ്. Therefore 6 മണിക്ക് ഇതായി. Therefore each and every minute റീബിൽഡ് ചെയ്യുന്നു. 6 മണിക്ക് അടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുഞ്ഞാ സമയം ഒപ്പം ഉണ്ടായിരുന്നു ഇല്ല എന്നിട്ടാണ് നമുക്ക് മനസ്സിലായത്. 5 മണിക്കുടെ ഫുട്ടേജിൽ ഇത് നമുക്ക് ഫൈനലൈസ് ആയിട്ടില്ല. ഇതെല്ലാം വി ഹാവ്, ദീസ് ആർ ഓൾ ലിങ്ക്സ് വിച്ച് വി ഹാവ്. ഇതെല്ലാം കണ്ടിട്ട് ഈ CCTV ഫുട്ടേജ് വെച്ചിട്ടും പിന്നെ സ്റ്റേറ്റ്മെന്റിന്റെ വെച്ചിട്ടും പിന്നെ പോസ്റ്റ്മോർട്ടമിൽ റെഗുലർ മോട്ടീവ്സ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ നോക്കിയിട്ട് കൃത്യസമയം നമുക്ക് എത്തേണ്ടി വരും. അതെ, മെഡിക്കൽ കോളേജിലേക്ക് നോക്കാം. മുഴുവൻ വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് 3 മണിയുടെ ഫുട്ടേജിൽ കുട്ടി കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 3 മണി 5 മണി കുട്ടി കാണാതെ ഫുട്ടേജിനിടയിൽ എന്തെല്ലാം ആയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ആണ് ചോദ്യം ചെയ്ത് മനസ്സിലാക്കാം. മറ്റാർക്കെങ്കിലും പങ്കുണ്ടുള്ള കാര്യം അന്വേഷിക്കേണ്ടത്. കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്നലെ ആളുകൾ മദ്യത്തിലെല്ലായിരുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ അന്വേഷണത്തോടെ സഹകരിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളാണ് പറയാനുണ്ട്. ക്രിമിനൽ പശ്ചാത്തലങ്ങൾ അവൾ ഇപ്പൊ ബീഹാറോട് പോലും ബന്ധപ്പെട്ടിട്ടുണ്ട്. SP അവരുടെ മറ്റു പോലീസോ അവിടുത്തെ ഡിസ്ട്രിക്ട് ആൾക്കാരോട് ഇവിടുത്തെ നേറ്റീവ് പ്ലേസിലും പോലും ഇയാൾക്ക് അവിടുത്തെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അവൾ പരിശോധിക്കും. ഇങ്ങനെ ഇവിടെ ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ വേറെ വല്ലതും പറയുമല്ലോ? ഒന്നും പറഞ്ഞില്ല. ഇവന് വെള്ളം ഉണ്ടായി, ഇവന് അപ്പോഴും വെള്ളം വന്നു. പിന്നെ കൂട്ടത്തിൽ പിന്നെ വല്ലവരും വരുന്നുണ്ട്. ഇവര് 3 പേര് അതിന്റെ പുറകെ കുറച്ച് കൊനകണ്ട്. പിന്നെ നമ്മള് ഞാൻ അങ്ങോട്ട് പോയി. ഈ ആളുകൾ ഇവിടെ ഇങ്ങനെ ഈ വരുന്നത് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇവിടെ ആളുകൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഒരു കടയിൽ ഒരു തൊഴിലാളി ആക്രമിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു 30,000 രൂപയോളം ഇവിടെ ഈ മരുന്നടിക്കണ ഇതിൻ്റെ മുകളിൽ മരുന്നടിക്കണമാർ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ രാത്രി അണ്ണന്മാർ അല്ലെങ്കിൽ അണ്ണന്മാർ മാത്രമല്ല പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികളെല്ലാം പുറത്തുനിന്ന് വന്ന് വെള്ളടിക്കലും മറ്റേ അനാശാസ്യത്തിനുള്ള ആൾക്കാർ വരെയും
ആ പ്രശ്നങ്ങളൊക്കെയാണ്. ഇനി തൊഴിലാളി ചോദിച്ചാൽ അല്ലെങ്കിൽ ഇവർ യൂണിയത്തിലുള്ളവർ ചോദിച്ചാൽ തന്നെ അവരെ ആക്രമിക്കാനുള്ളതാണ് വരുന്നത്. ഈ ഇന്നലെ ഈ വിവരം പോലീസിൽ എപ്പോഴാണ് അറിയിക്കുന്നത്? ഇന്ന് രാവിലെ ഒരു 8:30 ഞാൻ ഈ ഫേസ്ബുക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ കമ്പനിപ്പടിക്ക് പോയ ദൃശ്യം ഈ ഇതിനകത്ത് കണ്ടു. അപ്പോൾ ഈവൻ റോഡ് ഈ കൊച്ചുമായിട്ട് റോഡ് ക്രോസ് ചെയ്യണണ്ട് ഇപ്പോൾ ഈ ബനിയനും ഈ ഷർട്ടും കൂടി ഈ മറ്റേ ബനിയനും ഈ മുണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ കണ്ടതാണല്ലോ, ഇത് ഇന്ന കണ്ട ആളാണല്ലോ. അങ്ങനെ ഞാൻ കണ്ട ആളാണ്. അപ്പോൾ കൂടി നിന്നിട്ട് ഇത് ഞാൻ ഇന്നലെ പിടിച്ച ചെറുക്കനാണല്ലോ എന്ന് പറഞ്ഞു. പോലീസ് ഇവിടെ വന്നു ക്യാമറ ചെക്ക് ചെയ്തു. അതിലാണ് ഇവൻ കുട്ടിയെ കൊണ്ടുവരുന്നത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.